സീറോ മലബാർ സഭയിലെ ഇടുക്കി രൂപത കേരള സ്റ്റോറി സിനിമ കാണിച്ചതിന് ബദലായി മണിപ്പൂർ സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈപ്പിൻ സാൻജോപുരം സെയിന്റ് ജോസഫ് പള്ളി വൈദികൻ. 3 ദിവസത്തെ ബൈബിൾ പഠനത്തിന്റെ ഭാഗമായാണ് മണിപ്പൂർ ദ ക്രൈ ഓഫ് ദി ഓപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി എന്ന ഹ്രസ്വചിത്രം കുട്ടികളെ കാണിച്ചത്. 12ാം ക്ലാസ് വരെയുള്ള 125 കുട്ടികളാണ് അവധിക്കാല ബൈബിൾ പഠനത്തിൽ പങ്കെടുത്തത്. ഫാദർ ജെയിംസ് പനവേലിലാണ് വൈദികൻ. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി തന്നെ മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടുമുണ്ട്. മണിപ്പൂരിൽ നടന്നത് എന്തൊക്കെയാണെന്ന് കുട്ടികൾ അറിയണമെന്ന് ഫാദർ ജെയിംസ് പറഞ്ഞു. അതൊരു കെട്ടുകഥയോ ഊതിപ്പെരിപ്പിച്ച കഥയോ അല്ല. കേരള സ്റ്റോറി പോലെയൊരു പ്രൊപ്പഗാൻഡ സിനിമ വരുമ്പോൾ നാം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതേക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇത് നമ്മൾ കാണുന്ന കേരളമല്ലല്ലോ എന്ന് അവർ പോലും പറയുന്നു, ഫാദർ ജെയിംസ് പറഞ്ഞു. കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ചയിലെ കാൽ കഴുകൽ ശുശ്രൂഷയിൽ 6 സ്ത്രീകളെ ഉൾപ്പെടുത്തി ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. അതിനിടെ ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ അപലപിച്ച് രാജ്യത്തെ 22 വൈദിക സാംസ്കാരിക പ്രമുഖർ രംഗത്ത് വന്നു. ഫാദർ പോൾ തേലേക്കാട്ട്, ഇന്ത്യൻ കറൻസ് മുൻ ചീഫ് എഡിറ്റർ ഫാദർ സുരേഷ് മാത്യു, കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോൺ ദയാൽ, ഫാദർ സെഡ്രിക് പ്രകാശ് തുടങ്ങിയവർ ഇതിലുണ്ട്. 32,000 പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന് സിനിമയുടെ ടീസറിൽ പറഞ്ഞത് തെറ്റിപ്പോയതാണെന്നും എണ്ണം 3 ആണെന്നും സംവിധായകൻ പരസ്യമായി സമ്മതിച്ചതാണ്. സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയ ആ ചിത്രം എങ്ങനെയാണ് കുട്ടികളെ കാണിച്ചത് എന്നും കൂട്ടായ്മ പ്രസ്താവനയിൽ ചോദിച്ചു. എന്നാൽ ഇടുക്കി രൂപതയെ അനുകൂലിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ രംഗത്ത് വന്നു. പ്രണയക്കെണിയിൽപ്പെട്ട് ജീവിതം നശിച്ചുപോയ മക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കണ്ണീരിന് മുൻപിൽ നിന്നുകൊണ്ട് വേണം ഇത്തരം ചർച്ച നടത്താൻ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നന്ദി.